ഹായ് ഗായ്സ്, ഞാനിന്ന് എൻ്റെ ഒരു ബൊഗൈൻവില്ല പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും ഇടണമെന്ന് ഞാൻ വിചാരിച്ചാണ്. അതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഒരിക്കലും ബൊഗൈൻവില്ല ബോൺസായി ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ബോൺസായി ചെയ്യാൻ ഉദ്ദേശിച്ച ആ പ്ലാന്റിൽ നിന്ന് കുറച്ച് അൺവാണ്ടഡ് ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു ബ്രാഞ്ച് അത് വെറുതെ കളയണ്ടെന്ന് വെച്ച് പുതിയൊരു ചെടിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നട്ടുവെച്ചു. നട്ടത് കിളിർത്തെടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നട്ടുവെച്ചത് കിളിർത്തെടുത്തു എന്ന് പറഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടവർ കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. അത് ഞാൻ അപ്പോൾ കട്ട് ചെയ്തെടുത്ത ബ്രാഞ്ച് കുത്തി വെച്ചതാണോ, അത് അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ പിന്നെ കുറച്ച് പേര് കളിയാക്കി അങ്ങനെയാണെന്ന് പറയത്തില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരുപാട് പേർക്ക് മേ ബി അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചാണ് ഇതിന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊന്ന് കാണിച്ചു തരണോ. ഇപ്പോൾ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്, നല്ല പൂക്കളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര നന്നായിട്ട് ആ ഒരു കുഞ്ഞ് പ്ലാന്റ് വളർന്ന്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ 4 ചെടികളായിരുന്നു നട്ടിരുന്നത്. ഒന്ന് കിളിച്ചില്ല, ഒന്നൊരു കുഞ്ഞ് ഒരു മുള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കിളിച്ചില്ല. ബാക്കി ബ്രാഞ്ചസ് ഒക്കെ കിളിച്ചു. ഇത് നട്ട ശേഷം പിന്നെ എപ്പോഴും ഒരു പോൾസ്യത്തിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ ഞാൻ എപ്പോഴും ഈ പോട്ടിൽ കൊണ്ട് വിതറിയിട്ടുണ്ടായിരുന്നു. അതും കിളിച്ച് നിൽപ്പുണ്ട്. ഈ പൂത്ത് നിൽക്കുന്ന ഈ കുഞ്ഞു ചെടിയുടെ വേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ള പോട്ടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വേരോടെ പിഴുതെടുക്കാൻ നോക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ ബൊഗൈൻവില്ല. എനിക്കിതിൻ്റെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ ഉണ്ടായാലും ഞാൻ അവിടെ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കുറേ ബൊഗൈൻവില്ല കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എവിടെ നിന്നെങ്കിലും കമ്പ് കൊണ്ടുവന്ന് അപ്പോഴേ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു പോട്ടിൽ കൊണ്ടുവന്ന് വെറുതെ കുത്തി വെക്കും. ഞാൻ ആദ്യത്തെ ചെടി പിഴുതെടുക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു കുഞ്ഞു ചെടി ഞാൻ അന്ന് നട്ടിരുന്ന ആ ഒരു കുഞ്ഞ് ബ്രാഞ്ച് കിളിച്ച് ഇപ്പോൾ അതിൽ പോയിട്ടിട്ടുണ്ട്. ഇത് നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ മനസ്സിലായില്ലേ ഫേക്ക് വീഡിയോ അല്ലെന്ന്. അപ്പോൾ ഞാനിതൊരു തെളിവ് സഹിതം എത്ര കുഞ്ഞു ചെടിയാണെങ്കിലും എത്ര ഒരു ബൊഗൈൻവില്ലയുടെ ഒരു കുഞ്ഞ് കമ്പൽ കുഞ്ഞൊരു ബ്രാഞ്ച് കിട്ടിയാൽ പോലും നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്ലാന്റാക്കി എടുക്കാം എന്നുള്ളത് വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ബൊഗൈൻവില്ല ഇങ്ങനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക് ഫാക്ടർ ഒന്നുമല്ല, എളുപ്പമാണ്. ഈ പൂവിട്ട് നിൽക്കുന്ന ചെടി ഉടനെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ബോൾസ്യം കൂടെ നിന്നിട്ട് അതിനവിടെ നിൽക്കാൻ സ്പേസ് ഇല്ലാതായപ്പോൾ ഞാനത് മാറ്റിയാണ്. ഇപ്പോഴേ മാറ്റി നടാന്ന് കരുതി അങ്ങ് മാറ്റിയതാണ്. അല്ലെങ്കിൽ പൂവൊക്കെ തീർന്ന് പൂത്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇത് ഞാൻ ആ നട്ടിരുന്ന 4 ബ്രാഞ്ചസിൽ ഈ ഒരു കുഞ്ഞ് ബ്രാഞ്ച് മാത്രമേ കിളിക്കാതിരുന്നിട്ടുള്ളൂ. അതിൻ്റെ തണ്ടാണത്, അത് കിളിച്ചില്ല. ഞാൻ ആ 3 പ്ലാന്റുകളും ഒരേ പോട്ടിൽ തന്നെയാണ് നട്ടിട്ടുള്ളത്. എനിക്കൊരു പ്രത്യേക ഇമാജിനേഷൻ ഉണ്ടായിരുന്നു ഇതൊരു പ്രത്യേക രീതിയിൽ നടണം എന്നുള്ളത്. അതുകൊണ്ടാണ് 3 പ്ലാന്റും ഒരേ ചെടിയിൽ തന്നെ ഒരു ചട്ടിയിൽ തന്നെ നട്ടത്. 3 കൂടി വള്ളി പോലെ പടർന്ന് മുകളിൽ ചെന്നിട്ട് അങ്ങനെ മുകളിൽ കട്ട് ചെയ്ത് നിർത്താനാണ് എൻ്റെ ഐഡിയ. അപ്പോൾ സപ്പോർട്ടിന് ഒരു കമ്പ് കുത്തി വെച്ച് 3 കൂടെ ടൈ ചെയ്ത് വെച്ച് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഞാൻ വഴിയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ കമ്പുകളൊക്കെ ഒടിച്ച് ഏതെങ്കിലും ഒരു പോട്ടിൽ കൊണ്ടുവന്ന് കുത്തി വെക്കും. അങ്ങനെ കിളിർപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതിൽ കുഞ്ഞു കുഞ്ഞു മുളകൾ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ. അത് ഇപ്പോൾ കുറേ ദിവസമായത് നട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കിളിച്ച് കിട്ടണമെങ്കിൽ അതിന് വളമൊക്കെ ചെയ്തിട്ട് ഒരു കവറൊക്കെ വെച്ചിട്ടോ ഒരു കുപ്പി ബോട്ടിൽ ഇറക്കി വെച്ചിട്ടോ ഒക്കെ കവർ ചെയ്ത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിളിച്ച് കിട്ടും. ഇങ്ങനെ കമ്പ് കുത്തി വെച്ച് വളർത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ലേറ്റ് ആവും, പക്ഷേ മസ്റ്റായിട്ടും കിളിക്കും. നമ്മൾ നോക്കുമ്പം ഇത് കംപ്ലീറ്റ് ചെടി ഉണങ്ങിപ്പോയി എന്നൊക്കെ തോന്നും, പക്ഷേ ഉണങ്ങി നമ്മൾ കുറേ ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി, തീർച്ചയായിട്ടും മുള വന്നിരിക്കും.